എന്നാലും നീ പുറത്തിറങ്ങിയ വിവരം ഈ കലയമ്മയെ ഒന്ന് വിളിച്ച് പറയായിരുന്നു മോളെ. ഞാൻ നിനക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് സുധീർ ബോസ് എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? അഡ്വക്കേറ്റ് സുധീർ ബോസോ? അങ്ങനെ ഒരാളുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ തള്ളുന്നത്? അനഘമോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കോടതിയിൽ നിങ്ങളോ നിങ്ങളുടെ വക്കീലോ ആരും തന്നെ വന്നില്ല. നിങ്ങളുടെ ഈ ചതി ഇനി പഞ്ചരത്നത്തിൽ നടക്കില്ല. നീ എന്താ മോളെ എന്നെ വിളിച്ചത്? നിങ്ങളെന്നോ? ഇത്രയും കാലം കലയമ്മ എന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെയാണോ നീ എന്നെ അങ്ങനെ വിളിച്ചത്? അമൃതമോളെ, നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ അപ്പച്ചി ശ്യാമളയും അച്ഛൻ ചന്ദ്രസേനനും ചേർന്ന് നിങ്ങളെ 5 പേരെയും നന്നായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നിങ്ങൾക്ക് ജന്മം തന്ന ചന്ദ്രസേനൻ തന്നെയാ നിങ്ങൾ പഞ്ചരത്നങ്ങളെ ചതിക്കാൻ ശ്രമിച്ചിരുന്നത്. ആ ദുഷ്ടന്റെ കയ്യിന്ന് ഈ കലയമ്മ എന്ന് നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അമൃതയുടെ പിറന്നാള് ദിവസം പഞ്ചരത്നത്തിലെ ഭക്ഷ്യവിഷബാധയും സ്ഫോടനവും നടത്താൻ ശ്രമിച്ചത് നിങ്ങളുടെ അച്ഛനായിരുന്നു. SI സെലക്ഷൻ കിട്ടിയ എന്റെ ആരാധ്യമോളുടെ കൈ തല്ലിയൊടിച്ചത്, ആ പാവത്തിന്റെ ജോലി നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് ജന്മം നൽകിയ ആ നികൃഷ്ട ജീവി തന്നെ. ഇപ്പൊ അയാള് മറ്റെന്തോ കള്ളക്കഥ പറഞ്ഞ് നിങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അയാളെ ഈ വീട്ടിൽ കയറ്റാൻ നിങ്ങൾ സമ്മതിക്കരുത്. തെരുവ് പട്ടിയെ പോലെ ആട്ടി ഇറക്കണം ആ മനുഷ്യനെ. നിങ്ങളോട് അത്രയ്ക്ക് ദ്രോഹം അയാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചങ്ക് പറിച്ച് കാണിച്ചിട്ടും ഇവളുമാർക്കത് ചെമ്പരത്തിപ്പൂവാണല്ലോ. സത്യത്തിൽ ഇവരെന്നെ പരിഹസിക്കുകയാണോ? അമ്പലപ്പറമ്പിലെ ബാല കഴിഞ്ഞെങ്കിൽ കലാവതിക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇനിയും എന്റെ മക്കൾ നിന്നെ വിശ്വസിക്കില്ല കലാവതി. ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇനി എത്ര തറ നമ്പറുകൾ ഇറക്കിയാലും അതൊന്നും ഇനി ഇവിടെ ചെലവാകില്ല. എന്നെ എന്റെ മക്കളെയും തമ്മിൽ തല്ലിക്കാൻ നോക്കിയാലുണ്ടല്ലോ. വേണ്ട, അവരെവിടെയെങ്കിലും പോയി എങ്ങനെയും ജീവിച്ചോട്ടെ. കേട്ടല്ലോ, ഇവരുടെയൊക്കെ മനസ്സിലേ നിനക്ക് എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.